അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഡോക്ടർ മുഹമ്മദ് ഷിബ്ലിയാണ്. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മൾ അധിക പേരും കൂടുതലായിട്ട് കഴിക്കുന്ന പ്രധാനപ്പെട്ട 3 മത്സ്യങ്ങളാണ് അയല, മത്തി, ബത്തൽ എന്ന് പറഞ്ഞ് ചെറിയ കുഞ്ഞു മീന്, നത്തോലി എന്നൊക്കെ പറയും. ഈ മീന് പലപ്പോഴും നമുക്കൊരു അപകടം വരുത്തി വെക്കാറുണ്ട്. അതിൻ്റെ പേരാണ് സ്കോംബ്രോയിഡ് പോയ്സണിങ്. അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് വെച്ചാൽ നമ്മൾ ലോകത്ത് ഏറ്റവും കൂടുതൽ സീ ഫുഡ് പോയ്സണിങ് ഉണ്ടാകുന്നതിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത് ഈ സ്കോംബ്രോയിഡ് പോയ്സണിങ് ആണ്. ഈ മത്സ്യങ്ങളിൽ നിന്നാണ്. ഇതിൻ്റെ പ്രാധാന്യം ഒന്നുകൂടി മനസ്സിലാവണമെങ്കിൽ ഒമാൻ ആരോഗ്യ മന്ത്രാലയം ഇപ്പോൾ അടുത്ത കാലത്ത് ഇതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകി. നിങ്ങൾ സൂക്ഷിക്കണം, മത്സ്യം വാങ്ങുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം, അതല്ലെങ്കിൽ ഇങ്ങനെ സ്കോംബ്രോയിഡ് പോയ്സണിങ് സാധ്യതയുണ്ട് എന്നുള്ള രീതിയിൽ ഒരുപാട് നിർദ്ദേശങ്ങൾ ഇറക്കുകയും ചെയ്തു. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത് എന്താണ്, ഇത് എങ്ങനെയാണ് വരുന്നത്, ഇത് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ നമുക്ക് ചെയ്യാം, വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യേണ്ടത് എന്നൊക്കെ കാര്യങ്ങൾ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. ഇത് സ്കോംബ്രോയിഡ് പോയ്സണിങ് എന്ന് പറഞ്ഞത് നമ്മൾ മത്സ്യം അവർ കടലിൽ നിന്ന് പിടിച്ചതിന് ശേഷം ഐസിലിട്ടിട്ട് നല്ല രീതിയിലാണ് കൊണ്ടുവരിക. ഞാൻ ഐസിലിട്ട് കൊണ്ടുവരാഞ്ഞാലും അതല്ല, ഈ ഐസിലിട്ട് കൊണ്ടുവന്നു ശേഷം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത്, പല സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ശരിക്കും റെഫ്രിജറേറ്റ് ചെയ്ത് കൊണ്ടുപോകാഞ്ഞാലൊക്കെയാണ് ഇത് സംഭവിക്കുന്നത്. അങ്ങനെ ശരിക്കും റെഫ്രിജറേറ്റ് ചെയ്യാഞ്ഞാൽ ഇതിൻ്റെ പുറത്തുള്ള ബാക്ടീരിയ ഹിസ്റ്റഡിൻ എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ടിനെ ഹിസ്റ്റമീനാക്കി മാറ്റും. ഈ ഹിസ്റ്റമിനാണ് ഈ പറഞ്ഞ പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത, നമ്മൾ എത്ര കുക്ക് ചെയ്താലും എത്ര തിളപ്പിച്ചാലും വേവിച്ചാലും ഒന്നും ഈ സാധനം നശിച്ചു പോകില്ല. ഇങ്ങനെ നശിച്ചു പോകാത്ത ഹിസ്റ്റമിൻ നമ്മൾ കഴിക്കുകയും വയറിൻ്റെ അകത്തെത്തുകയും ബ്ലഡിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ പറയാൻ പോകുന്നതൊക്കെ കാണാൻ പറ്റും. വയറിളക്കം, ഛർദി, ഓക്കാനം, വായൻ്റെ അകത്ത് ചില ആളുകളിൽ എരിച്ചിലും പുകച്ചിലും കാണാം. വയറ്റ് നന്നായിട്ട് ഇളകി പോവുക ഞാൻ പറഞ്ഞു. പിന്നെ വയറ് വേദന ഉണ്ടാവും. കയ്യിൻ്റെ പുറത്ത് മേലൊക്കെ തണുത്ത് പൊങ്ങുക എന്ന് പറയും, അർട്ടിക്കേരിയ എന്ന് അതിന് പറയാം. നമ്മൾ തൊപ്പപ്പുഴയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവില്ലേ, നന്നായിട്ട് പൊങ്ങി വരുന്ന അതുപോലെ ശരീരം മൊത്തം പൊങ്ങുക. ഇങ്ങനെ തുടങ്ങി ഒരുപാട് ലക്ഷണങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് വരും. ചില ആളുകൾ തലവേദന വരും, നന്നായിട്ട് ചൊറിച്ചിലുണ്ടാവും ഈ പൊങ്ങി വരുന്നതിനൊക്കെ. പിന്നെ വളരെ ചുരുക്കം ആളുകളിൽ ഇത് ബ്രോങ്കോസ്പാസം ഉണ്ടാക്കും, അത് വീസിങ് ഒക്കെ ആയിട്ട് മാറും, ശ്വാസം മുട്ടലായിട്ട് വരും. ചില ആൾക്ക് തല ഇറങ്ങി വീഴും, പ്രഷർ കുറയാൻ ഒക്കെ ഇത് കാരണമാവും. നമ്മൾ കരുതുക ഇത് കഴിച്ച് കഴിഞ്ഞാൽ ഒരുപാട് നേരം കഴിഞ്ഞിട്ടാണ് ഇത് വരിക എന്നാണ്. അല്ല, ഒരു 10 മുതൽ 60 മിനിറ്റിനകത്ത്, ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിലായിട്ട് എന്ത് ചെയ്യും, ഈ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങും എന്നുള്ളതാണ്. നമ്മൾ ക്ലിനിക്കിലേക്കൊക്കെ പലപ്പോഴും ഈ ഒരു സിംറ്റംസ് ആയിട്ട് വരുമ്പോൾ ഇതിൻ്റെ എത്ര ചോദിച്ചാലും നമ്മൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവില്ല, നല്ല വൃത്തിയുള്ള ഭക്ഷണമായിരിക്കും കഴിച്ചിട്ടുണ്ടാവുക, പക്ഷേ ഇത് എവിടുന്ന വന്നതെന്ന് പിടുത്തുണ്ടാവില്ല. അപ്പോഴായിരിക്കും ഇങ്ങനത്തെ മീനുകൾ ഈ ശരിക്ക് പ്രിസർവ് ചെയ്യാതെ കൊണ്ട് കഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് ഈ സംഭവം സ്കോംബ്രോയിഡ് പോയ്സണിങ് എന്ന് പറയുന്നത്. ഇത് യൂഷ്വലി ഒരു 12 മണിക്കൂറിനുള്ളിലൊക്കെ നോർമലി ശരിയാവും. പക്ഷെ നമ്മൾ ഈ രീതിയിൽ ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ ബുദ്ധിമുട്ട് ഒഴിവാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് അറിയോ? നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ അവിടുന്ന് ശരിക്കും അവർ വാങ്ങുന്ന സമയത്ത് ഫസ്റ്റ് അവിടെ തന്നെ ശ്രദ്ധിക്കണം. വാങ്ങുന്ന സമയത്ത് ശരിക്കും ഐസിലിട്ട് വെച്ചിട്ടുണ്ടോ നോക്കണം. നല്ല വിശ്വസ്തരായിട്ടുള്ള ഐസിലിട്ട് കറക്റ്റ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കൊണ്ടുവരുന്ന ആളുകളുടെ അടുത്ത് നിന്ന് മാത്രം ഇത് വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക. അങ്ങനെ അവിടെ ഐസിലിട്ട് വെച്ച സാധനം വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഒരിക്കലും കുക്ക് ചെയ്യാൻ വേണ്ടി ഒരുപാട് നേരം പുറത്ത് വെക്കരുത്. കൊണ്ടുവന്ന് കഴിഞ്ഞാൽ വേഗം നന്നാക്കിയിട്ട് അത് കുക്ക് ചെയ്തിട്ട് കഴിക്കുക. അതല്ല, എടുത്തു വെക്കുന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കുക്ക് ചെയ്താൽ ഒരു പ്രശ്നമില്ല, ഫ്രീസറിൻ്റെ അകത്ത് വെച്ചാൽ മതി. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, ഈ ഇവിടെ പലപ്പോഴും അപകടമായിട്ട് മാറാറുള്ളത് അറിവില്ലായ്മ കൊണ്ട് നമ്മൾ വീട്ടിലേക്കൊക്കെ ചെറിയ ചെറിയ ബൈക്കിലായിട്ടും ചെറിയ ചെറിയ കൊട്ട കാരിയേഴ്സിലായിട്ട്, കൊട്ട വണ്ടി എന്നൊക്കെ പറയും, അങ്ങനത്തെ വണ്ടികളിലൊക്കെ ആയിട്ട് ചെറിയ ബോക്സിലാക്കി ഇങ്ങനെ മീൻ വെക്കുന്ന ആളുകളുണ്ട്. അവർ അധികം ആളുകൾ നന്നായിട്ട് ഐസിലിട്ടിട്ട് തന്നെയാണ് വെക്കുന്നത്. പക്ഷേ ചില ആളുകൾ അറിവില്ലായ്മ കൊണ്ട് ഇത് ഐസിൽ ശരിക്കിടാണ്ട് കൊണ്ട് നടക്കും. അപ്പോൾ വെയിലൊക്കെ കൊള്ളുന്നുണ്ടാവും, ബൈക്കിലൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് ഐസൊക്കെ ഉരുകി പോവുകയൊക്കെ ചെയ്യും, ആ തണുപ്പുണ്ടാവില്ല. അങ്ങനെ വരുമ്പോൾ ഈ അപകടം നമ്മൾ പേടിക്കണം കേട്ടോ. കാരണം അവിടെ ഐസ് ശരിക്കില്ലെങ്കിൽ, പ്രത്യേകിച്ച് കുറച്ച് ചൂടും കൂടെ കിട്ടുമ്പോൾ ഇത് ബാക്ടീരിയ നന്നായിട്ട് ആക്റ്റീവ് ആവും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്ക് കൂടുതൽ സാധ്യതയാണ്. അപ്പോൾ അറിവില്ലായ്മ കൊണ്ടായിരിക്കും അവർ ചെയ്യുന്നത്. അവർക്ക് പറഞ്ഞു കൊടുക്കുക, ഇങ്ങനെ ഐസിൽ എന്ത് ചെയ്യണം, ശരിക്കും ഐസിലിട്ട് കൊണ്ടുവരണം, അല്ലെങ്കിൽ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്. ഞാൻ ഈ പറയുന്നത് കേൾക്കുന്ന ആളുകൾ അങ്ങനെ ഉണ്ടെങ്കിൽ ശരിക്കും ഐസിലിട്ട് കൊണ്ടെടുക്കുക. നമ്മൾ ആളുകളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ അത് ശരിക്കും ഐസിലിട്ട പ്രശ്നമില്ല, ഇതുകൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ഡോക്ടറെ കാണിക്കുക. നന്നായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കുക. അതല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 12 മണിക്കൂർ, 6 മുതൽ 12 മണിക്കൂറിനകത്ത് ഇത് ഓട്ടോമാറ്റിക്കലി പോകുമെന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. മീൻ ഇഷ്ടമുള്ള ആളുകൾക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് സൂക്ഷിച്ച് കഴിച്ചാൽ, പ്രത്യേകിച്ച് ഇപ്പോൾ മഴക്കാലമൊക്കെയാണ്, മീനിൻ്റെ അവൈലബിലിറ്റി ഒക്കെ കുറവായിരിക്കും. അപ്പോൾ ഐസിലൊക്കെ ഇട്ടായിരിക്കും, പ്രിസർവ് ചെയ്തായിരിക്കും വരുന്നത്. പക്ഷെ ആ പ്രിസർവേഷൻ ശരിക്കും നടക്കുന്നുണ്ട് എന്നുള്ള ഉറപ്പ് വരുത്തിയിട്ട് മാത്രം നമ്മൾ വാങ്ങുക, കഴിക്കുക. അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക.
ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോ ആയിട്ട് പുതിയ ഇൻഫർമേഷൻസ് പുതിയ കാര്യങ്ങൾ നമ്മൾ വിശദീകരിച്ചുകൊണ്ട് പുതിയ വീഡിയോകൾ ചെയ്യുന്നതായിരിക്കും. ഞാൻ ഡോക്ടർ മുഹമ്മദ് ഷിബിലി, മിസ്ര ഹെൽത്ത് കെയർ, പൂക്കോട്ടൂർ, മലപ്പുറം.